എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പാചകത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതെൻ്റെ കാന്തൻ എനിക്കുണ്ടാക്കി തന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരനാണ് അടുക്കള ഭരണം വീട്ടു ഭരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കാല് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം ചെയ്തെന്ന പരിപാടിയാണ്. എൻ്റെ കാലിത്തിരി ഭേദമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് നോക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. ജീരകം പാകത്തിന്, അധികം ജീരകം ആയാലും പ്രശ്നമാണ്. നാളികേരം ഇടുന്നു. ഇത് ഇഷ്ടാനുസരണം, അത് ചിലരുടെ ഇഷ്ടാനുസരണം, ചിലർക്ക് പാകത്തിന്, ചിലർക്ക് ഇഷ്ടാനുസരണം. എന്നാലും കുറച്ച് ഇത്രയും വെള്ളമുണ്ട് കുറച്ചുകൂടി ഇടുന്നതായിരിക്കും. നാളികേരത്തിന് വില കൂടുതലാണ്, അതുകൊണ്ട് നാളികേരം കുറച്ചിടുന്നുള്ളൂ. ഇനി ഇത്ര നാളികേരം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഉപ്പിടണം. ഉപ്പ് ചേർക്കുന്നതിന് വേറെ രീതിയുണ്ട്. ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉപ്പ് കിട്ടും. അതിനാണ് എൻ്റെ ശ്രമം. ഞാൻ അങ്ങനെയൊക്കെയാണ്. എനിക്ക് എൻ്റെ രീതിയിൽ തുടരാൻ പറ്റും. ഉപ്പിൻ്റെ വെള്ളമാണത്. ഉപ്പ് കലക്കി ഒഴിക്കുന്നതാണ് അതിൻ്റെ ഉത്തമം. അതിൻ്റെ ഉത്തമം അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം കലക്കി ഒഴിക്കുകയാണ്. അതിന് തിളക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നത്. ഷുഗർ അധികം ഇടില്ല കേട്ടോ, ഒരു പേരിന് കാണിക്കുന്നുള്ളൂ. ചിലർക്ക് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. ആവശ്യം അല്ലെങ്കിൽ എൻ്റെ ശ്രീമതിക്ക് നാളികേരം കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടമാവും. എന്താ ശ്രീമതിയോടുള്ള സ്നേഹം. അപ്പോൾ ഇതാ ഉപ്പ് കലക്കി ഒഴിക്കുകയാണ് കേട്ടോ. ഉപ്പ് കലക്കി ഒഴിച്ചതിന് ശേഷം കുഴയ്ക്കുമ്പോൾ ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ അതിന് ശേഷം വെള്ളം പകർന്ന് ചുടുവെള്ളം തന്നെ വേണം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ചേർക്കുന്നതായിരിക്കും. വെള്ളം ഒരിക്കലും മതിയാവില്ല, കാരണം കുഴച്ചെടുക്കണത്. കുഴക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ശ്രീമതിയോട് ചോദിച്ച് ശ്രീമതി കുഴക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ അത്ര എളുപ്പമല്ല. അതിനൊരു ടെക്നിക്ക് ഞാൻ പ്രയോഗിക്കും, അത് കാണേണ്ടതായിരിക്കും. വെള്ളം എന്ത് കുഴക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ഞാൻ കുഴക്കാൻ നോക്കണേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളം കൂടിയാൽ പിന്നെ ഈ സുഖമൊക്കെ പോകും. വെള്ളം പോരാ, തിളച്ച വെള്ളം നല്ല അനുഭവപ്പെടുന്നു. തുള്ളി വെളിച്ചെണ്ണ കയ്യിലാക്കിയാൽ മതി. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നെയ്യോ വേണ്ട. കൂടുതലും കശുകാണല്ലോ, വെള്ളം തുടങ്ങി ചൂടണേ. കയ്യുമ്മ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഇത് പറയാതിരിക്കുന്നതല്ലേ ഉത്തമം. ഇത് നല്ലവണ്ണം ചേരണം. അതിന് ഒരൽപ്പം വെളിച്ചെണ്ണ കയ്യിൽ പറ്റുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ശ്രീമതിയുടെ അഭിപ്രായം. ശ്രീമതി പറഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പുറമില്ലല്ലോ. ഇത് കൊണ്ടേ അങ്ങനെയല്ല ശ്രീമതി പറയുന്നത് നന്നായി ചേരണം. ഞാൻ പണ്ട് ആട്ട കുഴച്ചതിന് ശേഷം ഇപ്പോഴാണ് ഈ സാധനം കുഴക്കുന്നത്. ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ ആട്ട കുഴച്ചാൽ ഓർമ്മ എനിക്കുള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്തേ, അപ്പോഴേ ശരിയാവുള്ളൂ. ഇപ്പോൾ പാകമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലേശം കൂടിയാവാ വേണോ എന്നത് ഞാൻ ആലോചിച്ചിട്ട് കയ്യിൽ തൊട്ട് തൊട്ടുള്ള പരിപാടി ചെയ്യുള്ളൂ. കാരണം വെള്ളം കൂടിയാൽ പിന്നെ നമുക്ക് പരത്താൻ പറ്റില്ല. ഇത് ഈ അടയ്ക്കൊക്കെ ഉള്ള പരുവത്തിലെടുക്കാൻ പറ്റില്ല. അടയ്ക്കുള്ളതിനേക്കാളും ഇത് കുഴച്ച് പിന്നൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഉഷാറായി കിട്ടണം. അതാ ഞാൻ പറഞ്ഞു, കൈ കൊണ്ട് തന്നെ കുഴക്കണം, അല്ലാതെ ശരിയാവില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റൊന്നും വരില്ല. ഇത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കും വേണം, അപ്പോഴതിന് ടേസ്റ്റുള്ളൂ. ഇത്തിരി പുകയൊക്കെ വരും വെളിച്ചെണ്ണ ആകുമ്പോൾ. അപ്പോൾ അതിന് ഫാനൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ വേറൊരു നെയ്യിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ല വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ ശ്രീമതിക്ക് കൊടുത്തോട്ടെ. അപ്പോൾ എൻ്റെ കൈ പാകമാണ്. ഞാൻ ഒറ്റ തവണ ഇട്ടാൽ തന്നെ പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ ശ്രീമതി പറയാറ്. ശ്രീമതിക്ക് വയ്യാത്തത് കൊണ്ട് ഞാനിതൊക്കെ ചെയ്തു എന്നതൊഴിച്ചാൽ ഇതൊരു ശീലമാക്കാനൊന്നും എൻ്റെ ഉദ്ദേശമില്ല. ഏലം ഒരു ശീലമാക്കുമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ശീലമാക്കണം.
ഇതൊന്നും അറിയാത്ത, എനിക്ക് അങ്ങനെ കുക്കിംഗ് അറിയാത്ത ഒരാളൊന്നുമല്ല എന്ന് കരുതി ഇങ്ങനത്തെ അറിയാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കല് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ശ്രീമതി വരുന്നതിന് മുന്നെയാണ്. ശ്രീമതി വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ നിവൃത്തി. ബിരിയാണി മാസ്റ്ററാണ്. ബിരിയാണിയും വേണ്ട, ഒരു ആണിയും വേണ്ട എനിക്കിങ്ങനെ പച്ചക്കറിയിൽ ഇഷ്ടപ്പെട്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇത് ഏകദേശം കറക്റ്റായിട്ടുണ്ട്. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഒരു 5 മിനിറ്റ് ആ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് വയ്ക്കുന്നു വെറുതെ. അപ്പോൾ ഒരു തരി എണ്ണ കൂടെ തൊട്ട് കൊടുക്കാം. കാരണം എണ്ണയിൽ ഗുണമുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് കൊടുത്താൽ അത് എന്തായാലും എണ്ണ ചേർക്കണം അതിനകത്ത്. അപ്പോൾ അതിനകത്തൊരു ഷേപ്പ് കിട്ടുള്ളൂ. ഇനി എണ്ണ നമുക്ക് വെച്ച് കൊടുത്ത് ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അധികം ആ ചൂടൊന്ന് അറിയാൻ മതി, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അതുപോലെ ആദ്യം കുറച്ച് ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അങ്ങനെ ആകുമ്പോൾ എടുത്ത് പരത്താൻ സൗകര്യമാണ്. അപ്പോൾ ഇതിനെ ഞാൻ ശ്രീമതിയാണ് സഹായിക്കുന്നത്. അതിൻ്റെ ഒരു രസം ഉണ്ടാവട്ടെ, കാരണം കൈപ്പുണ്യം അദ്ദേഹത്തിനാണല്ലോ എന്നെക്കാൾ. അപ്പോൾ അത് നന്നായിരിക്കട്ടെ. പിന്നെ ഉണ്ടയായിട്ട് അതിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇനി നാളെ എന്തെങ്കിലും കിട്ടണ്ടേ. പുണ്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. ഉണ്ടയുടെ സൈസ് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇത്ര വലിയ ഉണ്ട വേണമെന്നില്ല. അപ്പോൾ ഇനി അതിന് ശേഷമാണ് നമ്മൾ പരത്തുന്നത്. ഇത് പരത്താൻ എന്നെ സഹായിച്ചത് എൻ്റെ ശ്രീമതി തന്നെയാണ്. അദ്ദേഹം പരത്തുമ്പോൾ അതിനെ വൃത്തിയൊക്കെ വരും. ഞാനാകുമ്പോൾ തോന്നിയ പോലെ ഒന്നും പറഞ്ഞത് പക്ഷിയാണ് ഇത് ഏറ്റെടുത്തത് കേട്ടോ. മാത്രമല്ല എനിക്കിങ്ങനെ കൈകൊണ്ട് പരത്തുന്നത് ഇഷ്ടമില്ല. ഇത് ചട്ടിയിൽ പരത്തണം. നമ്മൾ പരത്തിയത് ഒരെണ്ണം പരത്തി കൈകൊണ്ട് തന്നെയാണ് പരത്തിയത്. അതിനകത്ത് ഓയിലൊഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളതൊന്നുകൂടി അങ്ങനെ പരത്തിയെടുത്ത് കൈകൊണ്ടാണ് ഇത് നല്ലത്. പക്ഷേ ചിലർക്ക് കൈകൊണ്ട് പറ്റണമെന്നില്ല. എന്നെ സംബന്ധിച്ച് കൈകൊണ്ട് പരത്തുന്നത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ പരത്താറില്ല. ആവുന്നതും സ്പൂൺ വെച്ച് തന്നെ പരത്താറുള്ളൂ. പക്ഷേ ശ്രീമതിക്ക് അത് ഭയങ്കര പ്രാക്ടീസാണ്. ഇത് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പക്ഷേ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പുക വെളിച്ചെണ്ണ ആകുമ്പോൾ ഇത്തിരി പുക വരും. നെയ്യിലുണ്ടാക്കുന്നവർക്കും താല്പര്യമുള്ളവർക്ക് കഴിക്കാം. പക്ഷേ എനിക്കിത് ഇഷ്ടം വെളിച്ചെണ്ണയിലാണ്. ശ്രീമതിക്ക് പറയുന്നത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം മറിച്ചിടണം. കണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു സൈസ് വരുന്ന വരവ് കണ്ടോ? ഇതിൻ്റെ ഒരു കളർ വന്ന് ഇത്തിരി ക്രിസ്പിയായി കിട്ടണമെങ്കിൽ ഇത്തിരി കനം കുറയ്ക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കട്ടിയിലിരിക്കും. അതിനാൽ ചില ചെറിയ ചായക്കടകളിലൊക്കെ പോയ റൊട്ടി എന്ന് പറഞ്ഞ് തരും. അതൊരു റിങ്ങിൻ്റെ ഉള്ളിൽ അവർ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് അധികം വേവിക്കില്ല. അതിൽ അരിപ്പൊടിയിലുണ്ടാക്കും, ഗോതമ്പിലുണ്ടാക്കും, റവയിലുണ്ടാക്കും. നമ്മളിതിൽ റവയും കുറച്ച് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു ദോശയുടെ രൂപത്തിൽ എന്ന് പറയാൻ വയ്യ. ദോശയായിട്ട് ഇല്ല, അത് റൊട്ടിയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രത്യേക ടേസ്റ്റ് ഇല്ല. കടകളിൽ കിട്ടുന്നത് വേറൊരു രീതിയാണ്. അതൊരു റൗണ്ട് റിങ്ങിലത് പരത്തി ഒരു ഇലയിൽ പരത്തിയിട്ട് മുകളിൽ കൊടുത്ത് ചുട്ടെടുക്കുന്ന രീതിയാണ്. ഇപ്പം മെനക്കെട്ട പണിയാണെങ്കിൽ ടേസ്റ്റാണ് ഈ സാധനം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് വേണ്ടാത്തൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ. അങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടും. വല്ലാത്ത തീയിലത് ഉണ്ടാക്കരുത്. ചൂട് കുറച്ച് വേണം ഉണ്ടാക്കാൻ. വീണ്ടും മറിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു രൂപം കിട്ടിക്കയറും. ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് ഇതിനെ പാത്രം മാറ്റാവുന്നതാണ്. അടുത്ത പാത്രത്തിലേക്ക് ഇങ്ങനെ ഇത് ചൂടോടുകൂടി കഴിക്കേണ്ടതാണ്. എങ്ങനെയാണെങ്കിൽ കഴിക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം തൊട്ട് നനച്ചാൽ നന്നായിരിക്കും. അപ്പോൾ കയ്യിൽ നമുക്ക് അതെൻ്റെ ശ്രീമതിയുടെ ഉപദേശം. ഇത് കുറച്ച് ലൂസാക്കി എടുത്ത ദോശയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഇതിനാണ്.
കട്ട് ചെയ്ത് അധികം ചൂട് പാടില്ല, തീ എപ്പോഴും ശ്രദ്ധിക്കണം. തീ കൂടിയ കരിഞ്ഞു പോവും. എന്നാൽ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മുരിയില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഞാൻ പോകുന്നതിൻ്റെ ശേഷം ചേട്ടൻ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഷേപ്പ് അല്ലേ. ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. കുട്ടിക്കാലത്ത് നല്ല ഉണങ്ങലരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയിരുന്ന വിഭവമാണിത്. അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവമായിരുന്നു. ചേട്ടനും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സ്നേഹം, അമ്മു, കോങ്ങാട്ടി.